നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നീരവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ നീരവ്. താങ്ക് യു ബ്രോ. അപ്പോൾ ഞങ്ങളൊന്ന് അമ്പലത്തേക്ക് പോയിട്ട് വന്നിട്ട് അമ്മ വരുന്നുണ്ട്, അമ്മാമ്മ വരുന്നുണ്ട്, ജിത്തുമാമൻ വരുന്നുണ്ട്, അച്ചാച്ചൻ ചിലപ്പോഴാണ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോഴേക്കും നമുക്ക് അമ്പലത്തേക്ക് പോയിട്ട് പായസം ഉണ്ടാക്കാനുള്ള പാലൊക്കെ മേടിക്കണം. ഒക്കെ മേടിച്ചിട്ട് വരാം. ആദ്യം അമ്പലത്തേക്ക് പോവാം കേട്ടോ. ബൈ ബൈ. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റിട്ട് അവനാട്ടോ ആദ്യം കുളിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സത്യമാമ്മോടും മിനി ആൻറ്റിയോടും ഒക്കെ പോയിട്ട് എൻ്റെ പിറന്നാളാന്നൊക്കെ പറഞ്ഞു കിടന്നു കേട്ടോ. ശരിക്കും അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞു, 21-ാം തീയതി ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് നാള് വരുന്ന ദിവസമാണ്. അപ്പോൾ ബർത്ത്ഡേ അതേപോലെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമാണല്ലോ. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ജനിച്ച ദിവസം ഡേറ്റ് വരണത്. നമ്മൾ സാധാരണ പിറന്നാളല്ല ആഘോഷിക്കുക. അങ്ങനെ ലാസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുട്ടെന്ന്. ഞങ്ങൾ അമ്പലത്തേക്ക് കയറുമ്പോഴേ അവിടെ പയ്യൻകുട്ടി പശുൻകുട്ടി എന്നൊക്കെ പറയില്ല, അതിനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ നീരവ്. ഇന്നാണെങ്കിൽ ആയില്ലേ, പൂജ ഉണ്ട് കേട്ടോ. 9:30-9:45 ആവും തുടങ്ങുമ്പോൾ. പക്ഷേ കുട്ടിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വേഗം ഉള്ളിലൊക്കെ ചുറ്റിയിട്ട് മെല്ലെ ഇറങ്ങി. നടടയ്ക്കുമ്പോഴേക്ക് ഇറങ്ങി കേട്ടോ. 10 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്മ രാവിലെ ഇറങ്ങി എന്ന് പറഞ്ഞ് ചേട്ടനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്ക് അധികം ഇവിടെ ചുറ്റിത്തിരിയാനും പറ്റില്ല. രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല, സാധനങ്ങൾ മേടിച്ചിട്ടില്ല, കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് ഭയങ്കര നടുവേദന, നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തന്നെയാണ്, റെസ്റ്റ് ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാവുമ്പോൾ അപ്പം നീര് കിട്ടും. അപ്പം നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും കേട്ടേക്ക്. ഡിസ്കിനും ചെറിയ പ്രശ്നമൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഈ പെയിൻ കില്ലറൊക്കെ തരിക. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഡോക്ടറെ കാണിക്കാൻ. ഞാൻ പരമാവധി റെസ്റ്റ് എടുക്കുക ചെയ്യാം. നീരവ് ഉഴിഞ്ഞൊക്കെ തന്നിടുന്നു കേട്ടോ. പിന്നെ ഞാൻ നിറച്ച് മൂവൊക്കെ പറ്റി രാത്രിക്ക് എടുക്കും. അതന്നെ എൻ്റെ പണി. അതും കൂടി കേട്ടപ്പോഴാട്ടോ അമ്മയ്ക്ക് വിഷമമായിട്ട് വരണ, ലീവ് എടുത്തിട്ടാ പാവം വരണത്. ഞാനാണെങ്കിൽ പറയുകയും ചെയ്തുകൂടെ, അടിക്കലും തുടക്കലൊന്നും ഇല്ല 2 ദിവസമായിട്ടാണ്. ആകെ ഒരു സുഖമില്ല. നമുക്ക് ചെയ്യണ കാര്യങ്ങളെ ഒരു മുടക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു നെഗറ്റീവാണ് കേട്ടോ. ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ പറഞ്ഞു ഞാൻ വന്നിട്ട് ചെയ്തുതരാമെന്ന്. ഓക്കെ പറഞ്ഞു. എന്നാലും ഞാൻ അമ്മ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഈ കേക്ക് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാ. അതിൽ പേരൊക്കെ എഴുതാൻ കൊടുത്തിട്ട് കുറേ സമയം പിടിച്ചു കേട്ടോ. 3/4 മണിക്കൂറോളം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവർ അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാ കേട്ടോ. മുത്തിറണം അങ്ങനെ എന്താണ്ടൊക്കെയോ പറഞ്ഞ് കൊണ്ടുപോയി. പക്ഷേ പ്രത്യേകിച്ചൊന്നും ചെയ്തൊന്നുമില്ല. നമ്മൾ കൊടുത്ത മിനിയൻസ് ഉണ്ട്, അവിടെ നിന്ന് തന്നെ എടുത്ത് കൊടുത്ത മിനിയൻസ്, അത് മാത്രം കുത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്താട്ടോ. പിന്നെ സത്യമാമ പോവാൻ നിൽക്കായിരുന്നു ഞങ്ങൾ വീട്ടിൽ കയറിയ സമയത്ത്. അപ്പം ഞാൻ വേഗം മിഠായി കവർ കൊടുത്തിട്ട് പറഞ്ഞു വേഗം സത്യമാമയ്ക്ക് കൊണ്ട് കൊടുത്തുവന്നു. കാരണം മിഠായി മേടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നീരവൻ്റെ പൈസ ഒക്കെ കൊടുത്തുകൊണ്ടേക്കണു രാവിലെ തന്നെ സത്യമാമ. അപ്പോൾ പിന്നെ മിഠായി കൊടുക്കാണ്ട് പറ്റുമോ? അപ്പോൾ ഞാൻ വേഗം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ മിനി ആൻറ്റിയോടയ്ക്ക് ഇത് മിനി ആൻറ്റിയോടയ്ക്കല്ല, മിനി ആൻറ്റിയൊക്കെ അവൻ അങ്ങനെ തന്നെ കൊടുത്തു കേട്ടോ. ഇത് റീത്തേച്ച് ഉടയ്ക്കും. പിന്നെ നമ്മുടെ നിച്ചുല്ലേ, നിച്ചു അവിടെ ഇല്ല കേട്ടോ. പക്ഷേ ഷെറീന താത്ത, നൗഫ, അമ്മായി അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ നിൽക്കുമ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം അടിച്ചു വാരി തന്നു. എൻ്റെ ചൂല് കണ്ടിട്ട് ഇത് എന്ത് ചൂലാന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. ഞാൻ ചൂല് മേടിക്കണം എന്ന് വിചാരിച്ചതാന്നേ. പക്ഷേ സാധനങ്ങളൊക്കെ മേടിച്ചു. പൈസ കൊടുത്തതിന് ശേഷം ആ ചൂലിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചിട്ട് അവിടെയുള്ള ചേട്ടനാണെങ്കിൽ പറഞ്ഞൊന്നും തരുന്നില്ല. കുറേ നേരം നിന്നു. ആളെന്താ ഫോൺ കോളിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറുമ്പോഴാണ് ചേച്ചി ഇത്ര രൂപയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേണ്ട, ഇനിയും ബില്ലടിക്കാൻ കുറേ നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. അതാണ്ടായത്. ഇപ്പം അടുത്താണ് എൻ്റെ ചൂല് ഇങ്ങനെ ആയത്. വേറെ ഒന്നുമില്ല, ഈ ജെല്ലേമൊക്കെ തട്ടിയിട്ടേ, പൊടിയൊക്കെ തട്ടിയിട്ട് അങ്ങനെ. ഞങ്ങൾ ഉപ്പുമാവ് ഇപ്പോൾ കഴിക്കണുള്ളൂ. 10 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് വേണോ ചോദിച്ചപ്പോൾ അമ്മ വേണ്ട, അമ്മ ചോറോ കഞ്ഞി എന്തോ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് പാവം വേഗം തുടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ചേട്ടൻ വിളിക്കുന്നുണ്ട് എപ്പോഴാണ് കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു ചേട്ടൻ ഇപ്പോൾ ആണെങ്കിൽ വായോ, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ലീവ് കിട്ടി വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഇവൻ ഇപ്പം ഇട്ടേക്കണില്ലേ, രാവിലെ ഇട്ടത് അച്ഛനും അമ്മയും മേടിച്ചെന്ന ഡ്രസ്സ് കേട്ടോ. ഇത് ചേട്ടൻ്റെ വക. ചേട്ടനാണെങ്കിൽ ഉണ്ണിക്ക് എന്ത് മേടിച്ചു കൊടുത്താലും മതിയാവില്ല. ഇന്ന് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഉണ്ണിക്ക് വേറെ മേടിക്കണ്ടേന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട ചേട്ടൻ ഇങ്ങോട്ട് പോന്നാൽ മതി എന്ന് കേട്ടോ. അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ചോറ് വെച്ചിട്ടില്ല. അമ്മയാണെങ്കിൽ പച്ചക്കറി കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ. സാധാരണ അന്നൊരു ദിവസം പൂരത്തിനൊക്കെ ഞാൻ തലേ ദിവസം പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു, ഞാനും നീരവും കൂടി. അതുകൊണ്ട് എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് എന്തെങ്കിലും ശരീരത്തിന് ബുദ്ധിമുട്ട് തോന്നിയത്. പിന്നെ എനിക്ക് പണിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്
മടിയുണ്ട് കേട്ടോ. പിന്നെ നീരവൻ്റെ ബർത്ത്ഡേ അല്ലേന്ന് വിചാരിച്ചിട്ട് അയ്യോ നീരവന് പിറന്നാളല്ലേന്ന് വിചാരിച്ചതൊക്കെ വർഷത്തിലൊരിക്കലല്ലേ ഉള്ളൂ. നമ്മുടെ കുട്ടിയുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണ്ടേ. അതുകൊണ്ട് ഇന്ന് വിളക്കൊക്കെ വെച്ചിട്ട് ചോറൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് നീ വേഗം പച്ചക്കറി എടുത്ത് തായോ, ഞാൻ ഇരിഞ്ഞ് തരാമെന്ന്. ഇവനാണ് അതിൻ്റെ ഇടയിൽ ടോയ്ലറ്റിൽ പോവുക. അപ്പോൾ അവിടേക്ക് ഓടുന്നുണ്ട്, അടുക്കളയിലേക്ക് ഓടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് എടുക്കാൻ ഓടി വന്നു കേട്ടോ. അങ്ങനെ വേഗം പച്ചക്കറിയൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അടുക്കളയ്ക്ക് ചെന്നപ്പോൾ 2 പാത്രം കൊടുത്തിട്ടുണ്ട്, ഒന്ന് അവിയലിന് അരിയാനും ഒന്ന് സാമ്പാറിന് അരിയാനും. പിന്നെ അമ്മ പറഞ്ഞു തോടിടാൻ പാത്രമില്ലാന്ന്. അപ്പോൾ നീരവും വന്നു, എനിക്കും അമ്മൂമ്മയുടെ കൂടെ ഇരുന്നിട്ട് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനൊരു കത്തിയും കൊടുത്തു, കട്ടിങ് ബോർഡും പ്ലേറ്റൊക്കെ കൊടുത്തു. അത് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് തോടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പപ്പടം കാച്ചാനാണ് പോണത്. ഇപ്പുറത്തെ സൈഡിൽ ചോടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് പപ്പടം കാച്ചിട്ട് തന്നെ ആദ്യം തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വെളിച്ചെണ്ണ നമുക്ക് വേറെ ഓരോ ആവശ്യങ്ങൾക്ക് എടുക്കാമല്ലോ. എന്തായാലും പപ്പടം കാച്ചി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ബാക്കി വരും, അത് നമുക്ക് ബാക്കി ആവശ്യങ്ങൾക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ചെയ്യണത്. ഇന്നലെ വൈകുന്നേരം ഞങ്ങളുടെ ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ കുറേ പേര് ഈശ്വര അവിടെ മഴ പെയ്തോ, ഞങ്ങളുടെ കോലടിയിലൊന്നും മഴ പെയ്തില്ലേ പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ ചേച്ചിയുണ്ട് അത്താണിയിലെ വെളപ്പായ, അവിടെ വീട്, അവിടെ മഴ പെയ്തു എന്ന് പറഞ്ഞു കിടന്നു കേട്ടോ. എത്ര പേർക്ക് മഴ കിട്ടിയ പോലെ നല്ല തണുപ്പായിരുന്നു. കുറച്ച് നേരത്തേക്ക് തന്നെ ഉള്ളൂ കേട്ടോ ഈ തണുപ്പ്. പിന്നെ വേറൊരു കാര്യം, 10 മണി കഴിയുമ്പോഴാട്ടോ നമ്മളിപ്പോൾ ചൂടൊക്കെ ഒന്ന് സമാധാനമാവലൊന്നും ഇല്ല കേട്ടോ. ഉറക്കം വരലില്ല രാത്രി ചൂട് കൂടുമ്പോഴേ. അപ്പോൾ ഞങ്ങൾ 10 മണിയൊക്കെ കഴിയും ഉറങ്ങുമ്പോൾ. അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ജെല്ലൊക്കെ അടച്ച് അങ്ങോട്ട് കിടക്കുമ്പോൾ കറണ്ടും പോവും. അരമണിക്കൂർ ആണ് കേട്ടോ കറണ്ട് കെട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരാളിങ്ങനെ പറയണ കേട്ടു കേട്ടോ, അതായത് ഈ രാത്രിയിലത്തെ കറണ്ട് കേട്ടൊന്ന് അങ്ങനെ ചെയ്യരുത് പ്ലീസ്, ഈ ചൂട്ടത്ത് വിയർത്ത് ഒലിച്ചിട്ട് നമ്മൾ കിടന്നുണങ്ങണം. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആരെങ്കിലും ഒരാൾ സംസാരിക്കുന്നുണ്ടല്ലോ. എന്താല്ലേ ഇങ്ങനെ കിടക്കണ സമയത്തൊക്കെ ഇവർ കറണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമായി ഈ ചൂട്ടത്ത്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്താ ചെയ്യുക? രാത്രിയിലൊന്നും നമുക്കൊരു പരിധിക്ക് കൂടുതൽ ജല്ലിമാലൊന്നും തുറന്നിടാൻ പറ്റില്ല അല്ലേ. ഒന്നാമത് പാമ്പിൻ്റെ, എവിടെ നോക്കിയാലും ഇപ്പോൾ പാമ്പിൻ്റെ ന്യൂസുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ കള്ളന്മാരുടെയാണ്. എല്ലാം കൊണ്ടും സന്തോഷം, തൃപ്തി, അങ്ങനെ പറഞ്ഞല്ലേ നല്ലത്. ഒന്ന് മഴ പെയ്താൽ മതി എന്നുള്ളൂ. മഴ പെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്താ പറയുക, ദാ വന്നു ദേ പോയി എന്ന് പറയണ പോലെയാണ് കേട്ടോ. എന്താ പറയുക, ഒരു ഇതില്ല, ഒരു തണുപ്പില്ല. പെയ്യണ സമയത്ത് ഒരു ഇത്തിരി സമാധാനം മാത്രം കേട്ടോ. ഞാനേ പഞ്ചസാര ഉരുക്കിയിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോണത്. സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അച്ഛൻ നേരത്തെ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു എന്ത് പായസം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. സേമിയാണ് ഒരു ബോക്സ് ഉള്ളൂ താനും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ വേറൊരു സ്റ്റോക്ക് ഉപ്പുമാവിന് വേണ്ടി മേടിച്ച സേമിയ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ച് പൊട്ടിച്ചതിലിട്ടു കേട്ടോ. സംഭവം അടിപൊളിയായി, നല്ല ഇഷ്ടമായിട്ട് അവിടെ എല്ലാവർക്കും. പായസമൊക്കെ അമ്മ വരുമ്പോഴേ ഡയറി മിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സമാധാനക്കുറവാണ് കേട്ടോ. അപ്പോൾ അതാണ് അവൻ കാണിച്ചു തന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ അത് പൊട്ടിച്ച് കഴിച്ചു. പിന്നെ എനിക്കിരുന്ന് നാളികേരം ചിരകാനൊന്നും വയ്യ. അമ്മ ചിരകി തരട്ടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു യെസ് വേഗം ചിരകി തന്നോളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ വിചാരിച്ചത് കുറച്ച് കറികളിലേക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാമെന്നാണ്. അപ്പോൾ എനിക്ക് ഇനി ചിരകായിരിക്കണ്ടല്ലോ. പക്ഷേ മൊത്തത്തിൽ ഇന്ന് ചിലവായിട്ടോ, തേങ്ങ മൊത്തം ചിലവായിരുന്നു. അതുകൊണ്ട് എടുത്ത് വയ്ക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ, പാത്രങ്ങൾ ഇങ്ങനെ ഒരു കൂമ്പാരാക്കിയിടും. എനിക്കാണെങ്കിൽ പാത്രങ്ങൾ ആവശ്യമായിട്ട് തന്നെ കഴുകാൻ നിൽക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് തിക്കാനും തിരിയാനൊന്നും സ്ഥലമില്ലല്ലോ എന്ന് പറഞ്ഞ് കുറേ നേരം അവിടെ ഇവിടേക്ക് തട്ടിമുട്ടി നിന്നു കേട്ടോ. പിന്നെ അമ്മ വേഗം പാത്രം കഴുകി തരാമെന്ന് പറഞ്ഞാൽ അതൊക്കെ കഴുകി തന്നു. പിന്നെ പായസം ആയി കുറേ നേരമായി ആയിട്ട്. ഇപ്പം തരാമെന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾക്ക് നടന്നു. ലാസ്റ്റ് ചൂടാറിയപ്പോൾ അമ്മയ്ക്കും ഉണ്ണിക്കുള്ളത് വെച്ചു. ചൂട് കുറച്ചുകൂടെ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അവിടെ രഞ്ജനേച്ചിക്കും മിനിയാൻറ്റിക്കും, ഇത് മിനിയാൻറ്റിക്കുള്ളതാട്ടോ, രഞ്ജനേച്ചിക്ക് കൊടുത്തു. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് കുറച്ചുകൂടി സമയം വന്നു കേട്ടോ. 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് നാളായിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ. അങ്ങനെ ഇലയൊക്കെ വിരിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് നമ്മൾ പിറന്നാൾ ആഘോഷിക്കുകയാണ് കേട്ടോ. കുട്ടിക്കാണെങ്കിൽ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെയുള്ള ഒരു ചടങ്ങുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഇതേപോലെ ഞാൻ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോ വർഷം അധികം ഓർമ്മയുണ്ടാവില്ലല്ലോ, വളർന്നു വരുന്നല്ലേ ഉള്ളൂ. അങ്ങനെ പിന്നെ അവൻ്റെ ഇലയിൽ തന്നെയാണ് കേട്ടോ ഞാനും ഭക്ഷണം കഴിച്ചേ. എൻ്റെ സാമ്പാറൊക്കെ ഭയങ്കര ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവ അമ്മ ഇങ്ങനെയൊക്കെ കഴിച്ചു, വലിയ കുറ്റം പറയാനൊന്നും നിന്നില്ല. പാവ എനിക്ക് വയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒന്നും പറയാഞ്ഞത് കേട്ടോ. പക്ഷേ എനിക്ക് അവിയലും ക്യാബേജ് ഉപ്പേരിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ മത്തങ്ങയും പയറും വെച്ചു, സാമ്പാർ വെച്ചു, അച്ചാറുണ്ടായിരുന്നു, പപ്പടം, ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. വേറെ ഉണ്ടായിരുന്നോ എന്തോ എനിക്ക് ഓർമ്മയില്ല.
അങ്ങനെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞാൻ വേഗം അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ, വിളക്കൊക്കെ മാറ്റിയിട്ട്. ഇനി ഞാൻ വിചാരിച്ചിട്ടുണ്ട് എല്ലാ വിളക്കും നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വേണം ഇനി ഇവിടെ വിളക്ക് വെക്കുകയെന്ന്. അപ്പോൾ അത് കഴുകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നടന്നിട്ടൊന്നും ഇല്ല ഇതുവരെ. അതാണ് യാഥാർത്ഥ്യം. ഞാൻ അവിടെയൊക്കെ തുടച്ച് വരുമ്പോണ്ട് ഇവിടെ നീരവും അമ്മാമ്മയും കൂടി നല്ല വർത്താനം തമാശയും കളിയും ചിരിയൊക്കെയാണ് കേട്ടോ. ഞാനാണെങ്കിൽ പായസം കുടിച്ചിട്ടില്ല സമാധാനമായിട്ട്. അപ്പോൾ പായസം കുടിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഗായത്രീനൊന്ന് വിളിക്കുകയായിരുന്നു കേട്ടോ. നീരവിൻ്റെ യൂണിഫോമും ടെക്സ്റ്റ് ബുക്കും 13-ാം തീയതി എന്തോ ആയിട്ടാണ് സ്കൂളിൽ വരുന്നത് കേട്ടോ. കുറേ കുട്ടികൾക്ക് കിട്ടി തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ചിലവരോട് ചോദിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ എത്തിച്ച് നോക്കുക. അപ്പം ഞാൻ ഗായത്രിയോട് പറയായിരുന്നു നമുക്ക് പോവാം, ഒരുമിച്ച് പോവാമെന്ന്. ഗായത്രിയുടെ അവിടെ ഒഴിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ നടുവേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഒഴിച്ചിലിന് അങ്ങനെ എന്തോ ഒരു സംഭവം ചെയ്തു തരാൻ കുറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഇരിക്കണം. എന്തായാലും വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ പോയിട്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നു. അപ്പോഴേക്കാണ് അമ്മയുടെ വിശ്വമാമ മരിച്ചു എന്ന് പറഞ്ഞിട്ട്, വിശ്വമാമ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ദിവസം ഓട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇതാണ് അമ്മയുടെ മാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് എന്തോ അല്ല 11 മണി എന്തോ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് കിടന്നതാ. പിന്നെ വിളിച്ചിട്ട് എണീറ്റില്ല എന്നാണ് പറഞ്ഞത്. അതായത് സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ആകെ വിഷമമായി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്മായി മാമനൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ചേട്ടനും വരുന്നില്ല പറഞ്ഞു. അമ്മയും പോവാണ്. ഇനിയിപ്പോൾ ചേട്ടനും അമ്മയും കൂടി ഒരുമിച്ച് വൈകുന്നേരം അങ്ങനെ തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ച്. അമ്മ എന്തായാലും പോകണോണ്ട് ചേട്ടനിനി ഇങ്ങോട്ട് വന്നിട്ട് ഒറ്റയ്ക്ക് പോകണ്ടേ എന്നുള്ളതിൽ ചേട്ടനോട് ഞാൻ പറഞ്ഞു കേക്ക് ഞാൻ അങ്ങോട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തു വിടാം, കേക്കും പായസമൊക്കെ. ഇനിയിപ്പോൾ വന്ന് ബുദ്ധിമുട്ടുണ്ടാവും ഞാനും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു. പിന്നെ സനേഷ് ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സനേഷ് ചേട്ടൻ അബുദാബിയെ പോവാന്ന് പറയണോണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വീഡിയോ കോൾ ചെയ്തത്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ വിളിച്ചത്. എന്നിട്ട് വേഗം കട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞു കേക്ക് കട്ട് ചെയ്തു ചേട്ടാന്ന്. എന്നിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടേ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഉറുമ്പിൻ്റെ പോലെ അവ ഇങ്ങനെ തട്ടിമുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ മിനിയൻസിനെ കണ്ടോന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ കാണിച്ചു തരണത്. പിന്നെ ഇന്നത്തെ ദിവസം നീരവിന് മറക്കാൻ പറ്റില്ല. കാരണം ഫുൾ മധുരല്ലേ. അങ്ങനെ കേക്കൊക്കെ എല്ലാവർക്കും കൊടുക്കണം. എൻ്റെ ഇടയിൽ രഞ്ജന ആൻറ്റി അവന് വലിയൊരു ഡയറി മിൽക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ എല്ലാം കഴിഞ്ഞു. അമ്മതേ പോവാണ് കേട്ടോ. എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ പിന്നെ പോകണില്ല എന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും അമ്മ പോകണ്ടല്ലോ. അങ്ങനെ ഇതാണ് കേട്ടോ ഡയറി മിൽക്ക്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇനി പോയി കിടക്കും അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും. ഒരുപാട് നന്ദി.